Welcome to a beautiful episode of Comedy Masala. നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ഇന്നത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമുക്കിവിടെ അതിഥികളായി എത്തുന്ന രണ്ട് താരങ്ങളുണ്ട്. നമുക്ക് അവരെ കൂടി സ്വാഗതം ചെയ്യാം. ശ്രീ കൊച്ചു പ്രേമൻ ആൻഡ് ശ്രീ ബിനോ അടിമാലി. അങ്ങനെ രണ്ടുപേരും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൊച്ചു പ്രേമൻ ചേട്ടാ ഒരിക്കൽ കൂടി കോമഡി മസാലയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരാളെ ഒന്ന് പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെ, ഈ കോമഡി മസാലയിലെ സജീവ സാന്നിധ്യമാണെന്ന് പറഞ്ഞിട്ട് ആ തമ്പാനൂർ ഒരു ഹോർഡിംഗ് വെച്ചിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. കണ്ടില്ലല്ലേ? എവിടെയായിരുന്നു? ഞാനൊരു 40 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു പറയൂ. അകത്തായിരുന്നു. അകത്തെന്ന് വെച്ചാ? ജയിലിലല്ല, അമേരിക്കക്ക് പോയി. അമേരിക്കയുടെ അകത്തായിരുന്നു. ഓ, അമേരിക്കക്ക് പോയിരിക്കായിരുന്നു അല്ലേ? പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് വയ്യ. അടിപൊളി. അങ്ങനെ അമേരിക്കയിൽ നിന്നും ഒരു ഗ്രാൻഡ് എൻട്രി തിരിച്ചു നടത്തിയിരിക്കുന്ന കോമഡി മസാലയിലേക്ക് എത്തിയിരിക്കുന്ന ബിനു ചേട്ടന് സ്പെഷ്യൽ സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നത്തെ കോമഡി മസാല തുടങ്ങല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് സ്വാഗതം. ഒരു ടെലിവിഷൻ ഷോയുടെ സ്പൂഫുമായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി വേദിയിലേക്ക് എത്തുകയാണ് ടീം കിങ് ജോക്കേഴ്സ്. നമസ്കാരം. ഗതിയില്ലതി ജീവിതം എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്നാൽ ചുരുക്കം ചില കുടുംബങ്ങളിൽ ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി പ്രശ്നപരിഹാരം നടത്തുക എന്നുള്ളതാണ് ഗതിയില്ലതി ജീവിതം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഗതിയില്ലതി ജീവിതം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് മാർഗനിർദ്ദേശം നൽകുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന ജഡ്ജസിനെ ഞാൻ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുന്നു. ശ്രീ LP ഹരിശ്ചന്ദ്രൻ സാർ, സ്വാഗതം സാർ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. കാരണം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന നമ്മുടെ ഈ സമൂഹം ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളെ മാതൃകയാക്കേണ്ടതാണ്. അടുത്തതായി ഒരു സാമൂഹ്യ പ്രവർത്തകൻ, കവി, വാഗ്മി, ഗാനരചയിതാവ് എന്നുള്ള നിലകളിലും അതിലുപരി തത്വശാസ്ത്രത്തിൽ 3 പ്രബന്ധങ്ങൾ, ലോകപ്രശസ്തമായ 3 പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, മിസ്റ്റർ ചപ്പു. സ്വാഗതം ചപ്പു. എന്തൊക്കെയുണ്ട് വിശേഷം ചപ്പു? ചപ്പു അല്ല, പിന്നെ VH അപ്പു. ഞാൻ ഇടയ്ക്ക് കുത്തിടാൻ മറന്നുപോയി. ഇങ്ങനെ ഇട്ട് കുത്തരുത് ഒരു മനുഷ്യനെ കേട്ടോ. അല്ല, പക്ഷേ ചപ്പു എന്നുള്ള ഫിഗർ പറ്റിയത് ചപ്പു എന്നുള്ള പേര് അല്ല, ഞാൻ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. കേട്ടായിരുന്നോ? ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബ മഹിമയെ കുറിച്ച് പറയേണ്ടി വേണ്ട. പക്ഷേ ഇത് സ്ത്രീ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയിലേക്ക് വരാം. ഞാൻ പോവാ. അല്ല, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊന്നും പറഞ്ഞ ശരിയല്ല. അതാണ്. അതെന്താ സാറേ ശരിയാത്ത? ഭാര്യ ശരിയല്ല, അതാണ്. ഇനി കുടുംബത്തെ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്നുണ്ടല്ലോ 1500 രൂപ തച്ചേരാന്ന് പറഞ്ഞ് പണിക്ക് എന്നെ വിളിച്ചത്. എന്നിട്ട് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇവിടെ വന്നിരിക്കണമെന്നും പറഞ്ഞ് പാൻറ്റും ഷർട്ടും ഒടിയിച്ച് വന്നപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ആരുമില്ലല്ലോ അച്ഛനെ പറ്റി പറയാൻ, ഭാര്യയെ പറ്റി പറയാൻ ഒരു ഇതും ഇല്ലല്ലേ? എല്ലാം കണക്കാണ്. നല്ല ഒരാളും ഇല്ല. ഹരിചന്ദ്രൻ എന്നല്ലേ പേര്? അതെ. കൂടുതൽ എല്ലാം മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഞാൻ ഡബിൾ MA ആണ്. പണി ഇതെന്തുവാ ഇത്? ഉളിയും കൊട്ടുപടിയും ചുറ്റികയൊക്കെ പണി പിന്നെ തുടങ്ങണ്ടേ? അയ്യോ, എന്തോന്ന് സാറേ ഇത്? അതല്ലെന്ന് അതിനല്ലോ വിളിച്ചത്. അല്ല, എനിക്ക് നിങ്ങൾ ഇതിനെ ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ആള് സാർ ഇവിടുത്തെ ജഡ്ജായിട്ടാണ്, ഉപദേശകനായിട്ടാണ് സാറിനെ വിളിച്ചിരിക്കുന്നത്. ടച്ച് കിട്ടുവോ? തച്ചൊപ്പിക്കോ? എന്നാ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് എന്ത് തച്ച് പഠിക്കുമ്പോൾ എന്തെങ്കിലും പണി എടുക്കണം. ഞാനപ്പോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും ഇവിടെ. കുഴപ്പമില്ല. എന്തോ ചെയ്യാനാ? എന്തെങ്കിലും ആ ഉളിയൊക്കെ ഒന്ന് ഒന്നും കുഴപ്പമില്ല. പണി നടക്കട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നും തുടങ്ങിക്കോട്ടെ. നമസ്കാരം. ഗതിയില്ലതി ജീവിതം എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കനലെറിയും
പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഓലകെട്ടി സ്വദേശിനി ജഗതയാണ്. ജഗതയുടെ പ്രൊഫൈലിലേക്ക്. ജഗതയുടെ പ്രൊഫൈലാണ്. വിധിയാണ് ഭഗവാനെ, എനിക്ക് ഒരു പെണ്ണിന് ഈ ലോകത്ത് ഈ അവസ്ഥ ഉണ്ടാവില്ല. അറിഞ്ഞോ അങ്ങേർക്ക് പെണ്ണെ വേണ്ടത്. എങ്ങനെ സഹിക്കുന്നു നിങ്ങൾ എന്ന് പറ. നിർത്തി കളഞ്ഞല്ലോ. നല്ല കോമഡി ആയിരുന്നു. നല്ല രസമായിട്ട് വരികയായിരുന്നു. സാറേ, ഇത് കുടുംബ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഷോയാണ്. വിളി തീർപ്പ് ഇന്ന് കൽപ്പിച്ചിട്ടേ വിടുള്ളൂ. ജഗത ഇന്ന് ഈ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം ജഗത. ജഗത ചിരിക്കല്ലേ, ചിരിക്കല്ലേ, ഇത് കരയും വേണ്ട. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് പരിഹാരം കണ്ടെത്തും. ഇരുന്നോളൂ. ജഗതാ ജഗതാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഇന്ന് എല്ലാം ഇന്ന് തീർത്ത വിടുള്ളൂ കേട്ടോ. ഒന്നുമില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ജഗത, എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിക്കുള്ള ഒരു പരിഹാരം ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഉപദേഷ്ടാക്കളോട് തുറന്നു പറഞ്ഞോളൂ. മാഡം, എനിക്കാരുമില്ല മാഡം, ഞാൻ ഒറ്റയ്ക്കാണ് മാഡം. ഒരു ഭർത്താവുണ്ട്, വർഷത്തിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വരും. ആളൊഴിഞ്ഞൊരു ഓണം കയറാൻ മൂലയില് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെയ്താൽ പോലും ഞാൻ അറിയൂല. ഒറ്റയ്ക്ക് ഒരു പെണ്ണി സമൂഹത്തിൽ ജീവിക്കുന്ന കാര്യം മാഡം. ഓ മൈ ഗോഡ്, സാർ കേട്ടോ സാർ? ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ഒരു ഓണം കേറാ മൂലയില് ആരെങ്കിലും അർദ്ധരാത്രി കേറി വന്നാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. സാർ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത്? അല്ല, അപ്പൊ ഇത് ചോദ്യമാണോ അതോ ക്ഷണമാണോ എന്നറിയാതെ ഞാൻ എന്നാ പറയാനാ. ജഗത പറഞ്ഞോളൂ. ജഗത, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? പറയൂ. പല രാത്രികളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് പട്ടിണിയിലാണ്. എന്റെ കൊച്ചു പല ദിവസങ്ങളിലും വിശക്കുന്നമ്മ എന്ന് എന്നോട് പറയും. ഇന്നലത്തെ ദിവസമാണെങ്കിൽ കൊച്ചു നേരത്തെ കിടന്ന് ഉറങ്ങി. ഒരു പാത്രത്തിൽ ചോറുണ്ടായിരുന്നു, അതത്രയും ഞാൻ വാരി കഴിച്ച്. ഒന്നും കിട്ടിയില്ല. 1 മണി കഴിച്ച് വിശക്കുന്നമ്മ, എന്തെങ്കിലും താമ്മ. കൊച്ചിനെ മാറോട് ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോ സകലം കഞ്ഞി കൊടുക്കാനായി ആരുമില്ലല്ലോ. വിഷമിക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, അവനെ വിളി. ആരാ നിങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്നത്? എന്റെ ഭർത്താവ്. അവനെ വിളി. അവനെ ഇന്ന് വിളിട്ട് ഞാൻ പൂളും. ഞങ്ങളുടെ പെങ്ങളെ നോക്കാതെ നടക്കുന്ന ഏതവനാണേലും അവനെ ഇന്ന് വിളിട്ട് ജഗതയുടെ ഭർത്താവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുരുഷൻ, കടന്നു വരൂ. ഇതിനെ ഉളിയും കൊട്ടോടി. ഇതിന് വിജാഗിരി ഇളകിയിരിക്കുകയായിരുന്നു. ഇതിൻ്റെ അതൊന്നും ശരിയാക്കി. ഞാനേ 15 പേരെ തട്ടിയ ബിജു എന്ന ആനയുടെ പാപ്പാനാ ഞാൻ. ചേട്ടായി ഇരിക്കുക. വെള്ളം വല്ലതും കുടിച്ചായിരുന്നോ? കുടിച്ചു. പുരുഷൻ നേരത്തെ അങ്ങ് വന്നു. അവിടെ ഇരിക്കൂ. അവിടെ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇയാളാണ് പ്രശ്നക്കാരനെന്ന്? ഇവരെത്ര കൃത്യ സമയത്താണ് ഇവിടെ എത്തിയത്. നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചോ? ഇവിടെ ഓട്ടോറിക്ഷയ്ക്കാ വന്നേ. ഞാൻ ആനയുടെ പുറത്താ വന്നേ. താമസിക്കും. ആനയുടെ പുറത്താ വന്നേ? ആ, ആനക്ക് എന്നാ മൈലേജ് ഉണ്ട്? നടന്നു വരുവാണെങ്കിൽ 8, പിന്നെ ലോറിക്കാണെങ്കിൽ 70 കിട്ടും.
എവിടെ കിടന്ന് ജഡ്ജാടാ എന്നാ നെറ്റിക്ക് ഒരു പാട് തെറ്റിക്ക് ഒരു പാട് കിടക്കുന്നത്? അത് എവിടെയാ മറ്റേ ആർച്ചേ മുട്ടിയതാ. നിങ്ങൾക്ക് ആർച്ച് വന്നപ്പോൾ കുനിയാൻ മേലായിരുന്നോ? ഞാൻ ആന കുനിയെന്ന് ഓർത്തു. ആന കുനിഞ്ഞില്ല. ഞാൻ നേരെ കയറി കൊടുത്തു. ഒറ്റ ഇടിയാൻ കിഴിച്ചിട്ട് എൻ്റെ ഇടപാട് തിരിഞ്ഞു പോയി. കണക്കായി പോയി. പണ്ടൊക്കെ പിന്നെ ഇരുന്ന് ഇപ്പൊ അപ്പ അതേ നീ മിണ്ടണ്ട. നീ സംസാരിക്കണ്ട കേട്ടോ. നമുക്ക് നോക്കാം. ആ നീ സംസാരിക്കണ്ട. മിണ്ടായിരിക്കും. മിസ്റ്റർ പുരുഷൻ, മിച്ചർ പുരുഷനോ? പുരുഷന്റെ പ്രശ്നം എന്താ? ഞാൻ ഇവളെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് മുതൽ പ്രശ്നങ്ങളാ. എന്ത് പ്രശ്നം? എന്റെ അമ്മയും ഇവള് ഒത്തു പോകത്തില്ല. നേരാണോ ജഗത? വെറുതെയാണ് മാഡം. ഞാനാണ് ഇങ്ങനെ അമ്മ കഴിഞ്ഞ മാസം ഗുരുവായൂർക്ക് കൊണ്ടുപോയത്. ഗുരുവായൂർ അവര് ഒന്നിച്ചാണ് പോയെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അത് അവസാന പോക്കായിരുന്നു എന്റെ അമ്മയുടെ. അതനാ ട്രെയിനാ പോയത്. എന്റെ അമ്മ കാല് തെറ്റി ട്രെയിനെ വീണപ്പോ ഇവള് രക്ഷിച്ചില്ല, അറിയാവോ? അത് മോശമായി പോയി ജഗത. സ്വന്തം അമ്മയാണെന്ന് കരുതി തന്നെ ആ ട്രെയിനിന്റെ ചെയിൻ വലിച്ചുകൂടായിരുന്നോ? അയ്യോ പച്ച കള്ളമാണ് മാഡം ഈ മനുഷ്യൻ പറയുന്നത്. ഞാൻ വലിച്ചു ചെയിൻ വലിച്ചോ? ചെയിൻ വലിച്ചു. അവര് ചെയിൻ വലിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ കള്ളത്തരം പറയുന്നു. എന്റെ അമ്മയുടെ കഴുത്തേ കിടന്ന് 1.5 പവന്റെ ചെയിൻ വലിച്ചു പൊട്ടിച്ച് വളയും പ്രാന്തി. എന്റെ അമ്മ മൂക്കും കുത്തി വീണ ആള് പോയി. അല്ല ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഷ്ടം. ട്രെയിന് ചെയിൻ ഉണ്ടോ? ട്രെയിനില്ല, സൈക്കിളിൽ ചെയ്യുന്നുണ്ട്. സൈക്കിളിനല്ലേ ചെയിൻ ഉണ്ട്? ട്രെയിന് ചെയിനുണ്ട്. ഒറ്റ പിടിക്ക് നിൽക്കണം, അതാ അതിന്റെ കണക്ക്. അപ്പൊ ആദ്യം ചെയിനില്ലെന്ന് പറഞ്ഞു. ബിജുവിനെ വിളിക്കണോ? അല്ല നിങ്ങൾ ബിജുവിനെ വിളിക്കുകയാണെങ്കിൽ ചെയിൻ ഉണ്ട്. കാര്യങ്ങളിലേക്ക് ഇരിക്കൂ. ബിജു എന്ത് വേണം? നമ്മുടെ അടുത്ത് ജഗത പറയൂ എന്താണ് ഇപ്പോൾ പുരുഷനിൽ നിന്നും അനുഭവിക്കുന്ന മാനസിക പീഡനം, ശാരീരിക പീഡനം? മാഡം ഒരു വർഷത്തിൽ ഒരു ദിവസമാണ് ഇയാൾ എന്നെ കാണാൻ വരുന്നത്. എനിക്കൊന്നും വാങ്ങി തരുന്നില്ല മാഡം ഇയാള്. നേരാണോ പുരുഷ ഇത്? ഇവര് നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ അവർക്കൊന്നും മേടിച്ചു കൊടുക്കാറില്ലേ? എന്ത് വർത്താനായി ഈ പെണ്ണുമ്പിള്ള പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കല്യാണം കഴിച്ച അന്ന് മുതൽ എല്ലാ സാധനവും ഞാൻ മേടിച്ചു കൊടുക്കണം. പച്ചക്കള്ളമാണ് മാഡം ഈ പറയുന്നത്. പച്ചക്കള്ളം. ഒന്നും വാങ്ങിച്ചു തരാറില്ല. ദൈവം ഒരു ശക്തി മോളിലുണ്ട്. പച്ചക്കള്ളം പറയുന്നത് എനിക്കൊന്നും വാങ്ങി തരാറില്ല മാഡം. ഭക്ഷണം ഒന്നും വാങ്ങി തരാറില്ല. മരുന്ന് ഒന്നും ഒരു വാങ്ങി തരാറില്ല. പല ദിവസങ്ങളിൽ ഞാൻ എന്റെ കൊച്ചും പട്ടിണിയാണ് മാഡം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിതം? കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2 വർഷം ഞങ്ങൾ നല്ല സന്തോഷമായിട്ടാണ് സാറേ കഴിഞ്ഞിരുന്നത്. കല്യാണത്തിന് നിങ്ങൾക്ക് സ്നേഹമായിരുന്നുള്ള എന്തെങ്കിലും തെളിവ് തെളിവുണ്ട് സാറേ. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്നേഹമാണെന്ന്. ആ അതെ. ഇവർ ബോധിപ്പിച്ച ആ തെളിവൊന്ന് പ്ലേ ചെയ്യും. ഒന്ന് പ്ലേ ചെയ്യായിരുന്നു? ഒന്ന് കാണട്ടെ. വളരെ സ്നേഹമാണ്. ഇതിലെന്താണ് പുരുഷ പറയാനുള്ളത്? അവര് പറഞ്ഞതെല്ലാം അത്രേ സത്യമാണ്. അതിനുള്ള തെളിവുകളല്ലേ അത്? കറക്റ്റാണല്ലോ, നല്ല സ്നേഹമായിരുന്നല്ലോ. എന്റെ മേഡം ഞാൻ ഒരു കാര്യം പറയാം. ഇത് കല്യാണം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എടുത്ത് ആൽബം ഇത്. അത് മനസ്സിലായോ? അപ്പൊ 2 വർഷം വരെ സ്നേഹമായിരുന്നെന്ന് അവര് അത് അവള് പറയണല്ലേ? അതെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എടുത്ത ആൽബം ഇത്. അന്ന് രാത്രി ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടായതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. എന്ത് പ്രശ്നം? അത് പറയൂ. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? പറ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയണോ? പറയൂ, എന്താണ് പ്രശ്നം?
പ്രശ്നം മദ്യപാനം. മദ്യപാനം അതാണ് പ്രശ്നം അല്ലേ? നിങ്ങൾ ഇത്രയും ഈ ആനയുടെ പുറത്തൊക്കെ നടന്ന് ഇത്രയും വൈകുന്നേരം ഈ വൈകിട്ട് പിന്നെ കള്ളൂടെ കുടിച്ചിട്ട് വന്ന് ഇവരെ എടുത്തിട്ട് ഇടിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ്. കുഞ്ഞുങ്ങളെ നോക്കാതെ മദ്യപാനം. അത് ഭയങ്കര തെറ്റാണത്. മദ്യപാന പ്രശ്നം. ആ നിങ്ങൾക്ക് ഈ മദ്യപാനം നിർത്തിക്കൂടെ? എങ്ങനെ? നിങ്ങൾക്ക് ഈ മദ്യപാനം നിർത്തിക്കൂടെ? അത് അവളോട് പറ. അവളോട് പറയാൻ. അവക്ക് 2 വൈറ്റ് വേണം ഒരു ദിവസം. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യ രാത്രിയില് പാലുമായിട്ട് വന്നിട്ട് എന്നോട് ചിയേഴ്സ്. മനസ്സിലാക്കണം, വൈകുന്നേരം വരെ 2 പൈന്റ് വേണം. ഇവരാണോ കുടിക്കുന്നത്? പിന്നെ അല്ലാതെ ആര്? ഞാൻ മദ്യപിക്കത്തില്ല. മദ്യപിക്കില്ല? ഞാൻ മദ്യപിക്കത്തില്ല. കള്ളപ്പം നിന്നാ 4 ദിവസം പൂസായി കിടന്നവരെ ഞാൻ മദ്യപിക്കുകയല്ല. ഇവരാണ് മദ്യപിക്കുന്നത്. നേരാണോ ജഗത ഈ കേൾക്കുന്നത്? അത് പിന്നെ മാഡം, സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യം വേണമെന്നല്ലേ എല്ലാരും പറയണത്. ഇപ്പൊ നമ്മൾ സ്ത്രീകൾ കാരണമല്ലേ പുരുഷന്മാര് കിടന്ന് മദ്യപിക്കുന്നത്. പുരുഷന്മാര് കാരണം നമ്മൾ സ്ത്രീകൾ മദ്യപിക്കണം. അതിനിപ്പോ കുഴപ്പമില്ല. ന്യായങ്ങൾ പറഞ്ഞ കണ്ടോ? ന്യായങ്ങൾ പറഞ്ഞ കണ്ടോ? വീട് ഇവളുടെ ചുണ്ട് നോക്കണ്ടാവും കണ്ടോ? ശരിക്കും. ദേ, ഇവളുടെ ചുണ്ട് കണ്ടോ? ഉടക്കം പോലെ മുടങ്ങിയ പോലെ. അതന്നെ. വീടി വലി. വീടെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകം പോലെ നോക്കേണ്ടതല്ലേ? ആ സ്വർഗലോക നിങ്ങളൊന്ന് വരണം രാവിലെ എന്റെ വീട്ടിലേക്ക്. പുകയ്ക്കാത്തോടെ ഞാൻ നടക്കണേ. അതുപോലെ ഇവിടെ വീടി വെച്ചിരുന്ന പുക. മാഡം എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവിനെ ഞാൻ ദൈവത്തിനെ പോലെ തന്നെയാ നോക്കുന്നത്. കേട്ടോ പുരുഷ, അപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട്. ആണോ? ഇങ്ങോട്ടൊന്ന് പോയിക്കേ. എന്നാ ദൈവത്തിന്റെ ചെലവ് വെച്ച് അടിച്ചതാ ആര്? ഈ പക്കത. ആ പക്ക. ഇതിപ്പോ ഒരു തീരുമാനത്തിലോട്ട് എത്തണം. തീരുമാനത്തിലെത്തണം. ഇപ്പൊ ഒരു ഈ ഒരു മദ്യപാനം മാത്രമാണ് ഇപ്പൊ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം. അത് മാത്രമല്ല, അതൊന്നും എനിക്ക് അല്ല, ഞാൻ പറയട്ടെ, ഇവരെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഇവരുടെ മദ്യപാനം പുകവലിയും മാറ്റാം. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പുരുഷ. അതൊക്കെ തീർക്കാം. പിന്നെ? അതല്ല പ്രശ്നം. പിന്നെ നമുക്ക് വേറെ കണക്ഷൻ ഉണ്ട്. കേക്കണം, ഞാൻ രാത്രിയില് വല്ല കോപ്പിലൊക്കെ പണിയാൻ പോകും. കോപ്പിലോ? കോപ്പില് പണിയാൻ പോയി കഴിയുമ്പോ അവിടുന്ന് രാത്രി വിളിക്കും. ഞാൻ വിളിക്കുമ്പോ ക്യൂവിലാണെന്ന് പറയുക. ക്യൂവിലാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവളുടെ ക്യൂവിൽ ഞാൻ ഒന്നാമതാണോ അതോ ലാസ്റ്റ് ആണോ അതോ ക്യൂവിലില്ലേ? അത് കറക്റ്റ്. പുരുഷ, അത് ലൈനിന്റെ പ്രശ്നമായിരിക്കും. ആ ലൈനിന്റെ പ്രശ്ന. ലൈനിന്റെ പ്രശ്ന. എന്തില്? ഇവക്ക് ഒരുത്തരുണ്ട് കൂടെ. ലൈനുണ്ട്. ലൈൻ അതുകൊണ്ടാ. അതായത് വേണം മാഡം, അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നല്ല കുടുംബ തറവാട്ടിൽ പറഞ്ഞാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തോന്ന് അനാവശ്യം പറയുന്നത്? ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ട് മോളിൽ. ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട് ഇവളുടെ കൂടെ. നേരാണോ ജഗത? വെറുതെയാണ് മാഡം. എനിക്കിപ്പോ എന്റെ വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യൻ എന്തെങ്കിലുമൊക്കെ സാധനം വീട്ടിൽ വാങ്ങിച്ചോണ്ട് വരും. അതുപോലെ അച്ചടക്കം തിരിച്ചു പോവുകയും ചെയ്യും. അല്ലാതെ വേറെ ഒരു ബന്ധവുമില്ല ഞങ്ങൾ തമ്മിൽ. അല്ല, ഈ ഓട്ടോക്കാരൻ വന്നിട്ടുണ്ടോ? അപ്പൊ അത് ഇപ്പൊ നിങ്ങളില്ലാത്ത സ്ഥാനത്ത് ഒരു പയ്യൻ, അടുത്ത വീട്ടിലെ പയ്യൻ കുറച്ച് സാധനം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. യാതൊരു തെറ്റും ഇല്ല പുരുഷ. പുരുഷ തെറ്റില്ല. അവനെങ്ങ് വിളിക്ക്. ജഗത ഇപ്പൊ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടോ? ഈ ഓട്ടോക്കാരനുണ്ടോ? ജഗതയുടെ കൂടെ വന്നിരിക്കുന്ന ആരോപണ വിധേയനായ ആ വ്യക്തി ഇങ്ങോട്ട് കടന്നു വരും. ആ പയ്യനെ വിളിക്കൂ. ചേട്ടാ നേരത്തെ തന്നെ എത്തിയോ? ഞാൻ വന്നതല്ല ഇവിടെ പ്രശ്നം. നീ ഇന്നലെ എന്റെ വീട്ടിൽ വന്നാ ഇവിടെ പ്രശ്നം നടന്നോണ്ടിരിക്കണേ. എന്നാടാ അകന്നിരിക്കണേ? എന്നാ എന്നെ അയിത്താണോ അകന്നിരിക്കണു? അത് പറഞ്ഞപ്പോ അവൻ എഴുന്നേറ്റു അടുക്കാൻ വേണ്ടി. ഇനി അവിടെ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ അറിയുന്നുണ്ട്. ശരിയാണോ അത്? അത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ ചേച്ചി വിളിക്കുമ്പോൾ എന്തെങ്കിലും ഓട്ടത്തിനായിട്ട് പോകുന്നതാണ്. പിന്നെ ആ ചേട്ടൻ പറയുന്നത് വേറൊന്നുമല്ല. ആ ചേട്ടായി പറയുന്നത്, ഞാൻ ചേട്ടായിട്ട് നല്ല സ്നേഹത്തിലാണ്. ഞങ്ങൾ രണ്ടും കൂടി അന്ന് ലുലുമാളി പോയ കാര്യമാണോ ചേട്ടൻ പറയുന്നത്? ലുലുമാളി പോയത് എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് നമ്മളോട് പറഞ്ഞിട്ട് പോയത് ഇവർ രണ്ടും ഒറ്റയ്ക്ക് പോയി. പർച്ചേസിംഗ്. പിന്നെന്താ 2 ദിവസം ഊട്ടി പോയി നിന്നാ? 2 ദിവസം ഊട്ടി പോയി തിരിച്ചു വന്നു. ഒരു കേടുപാട് സംഭവിച്ചില്ലല്ലോ. ഞാൻ അതിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പിന്നെ മൈസൂർ പോയ കാര്യം ചേട്ടനോട് ഞാൻ പറഞ്ഞാണല്ലോ. ചേട്ടായിയോട് ഞാൻ പറഞ്ഞല്ലേ. മൈസൂർ പോയതൊക്കെ എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് നിങ്ങൾ രണ്ടും. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതിന്? പിന്നെ എനിക്കൊരു 1500 രൂപ നഷ്ടമാണ്. എന്റെ ക്യാമറ പൊട്ടിച്ചവൻ. 1500? അതൊക്കെ വെറുതെ ആരോപണം. ഞാൻ എനിക്ക് സെൽഫി എടുക്കാൻ പോലും അറിയത്തില്ല. പിന്നെ ക്യാമറ പോലും ഞാൻ ക്യാമറ പൊട്ടി ഞാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ക്യാമറ പൊട്ടിച്ചതിന് ഞാൻ തെളിവോടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടോ? ഈ പുരുഷൻ ഇവിടെ സമർപ്പിച്ച വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യും. എന്റെ CC ക്യാമറ പൊട്ടിച്ചോ? ഇവനാ ഷർട്ട് കണ്ടോ? ഷർട്ട് കറക്റ്റാ. നിങ്ങളുടെ വീടാണോ? എന്റെ വീടാ.
ക്യാമറ പൊട്ടി. ഇതല്ലെന്ന് ഇയാൾക്ക് പറയാൻ പറ്റുമോ? ഇയാളല്ലെന്ന് പറയാൻ പറ്റുമോ? ഇയാൾ തന്നെയല്ലേ? അത് വേറെ കാര്യം. ഞങ്ങള് പൊട്ടന്മാരാണോ അവിടെ ഇരിക്കുന്നത്? അതെ അതെ. ഞാനത് വേറെ കാര്യത്തിന് വേണ്ടി എന്ത് പോയതാണ്. കാര്യത്തിലാണ് ഈ രാത്രി 12 മണിക്കൊക്കെ അവിടെ പച്ചപാതിരാത്രിക്ക് എന്തിനു നിങ്ങൾ പോയി അവിടെ? അത് ഈ ചേട്ടായിയുടെ ആന കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നേ. ആന ചേട്ടായിക്ക് ആനയുണ്ട്, അത് കൊടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് വിൽക്കാനോ? ആ അത് മോശം. അത് അതിന് വില ചോദിക്കാനായിട്ട് പോയത്. വില ചോദിക്കാൻ പോയി. ഓ, ഇയാൾ ആനയ്ക്ക് വില പറയാൻ വന്നതാണ് പുരുഷൻ. ഇവനോ? ആ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇവന്റെ ഒരു സാധനം അഴയിൽ ക്ലിപ്പ് തൂക്കിയിട്ടിട്ടുണ്ട്, 75 തുളയാ അതിന്. അങ്ങനെയുള്ള ഒരുത്തരാണ് ഈ ആനയെ മേടിക്കാൻ വന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പിൽ നിന്ന് ആൾക്കാർ വന്നു. നിപ്പ വരുത്തുന്ന ജീവിയാന്ന് പറഞ്ഞ് കൊല കുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ കേസ് വേറെ. അപ്പോ ഇതിനൊരു തീരുമാനം കണ്ടെത്തുക. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. എന്താണ് ജഗതയുടെ അഭിപ്രായം, തീരുമാനം ഒന്ന് പറയൂ. എനിക്കിപ്പോ ഒറ്റ തീരുമാനമേ ഉള്ളൂ മാഡം. ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞുമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി, ആർക്കും ഒരു ശല്യം ഉണ്ടാവാതെ എങ്ങോട്ടെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മാസം ഒരു 3000 രൂപ വെച്ച് എനിക്ക് തരണം. അതൊരു ഒരു ന്യായമായ കാര്യമാണ്. ന്യായമായ കാര്യമാണ്. നല്ലൊരു നിങ്ങളൊന്നും തീരുമാനമാണ്. ജീവിക്കണ്ട, അവര് കൊച്ചു കുഞ്ഞായിട്ട് ജീവിച്ചോട്ടെ. എൻ്റെ കൊച്ചു കുഞ്ഞുമായിട്ടും പോകും. നടക്കുകയല്ല. അതെന്താ നടക്കാത്തത്? നടക്കത്തില്ല. പൈസ നീ കൊടുക്കണം. പൈസ ഞാൻ കൊടുക്കത്തില്ല. പൈസ കൊടുക്കണം. പിന്നെ ഈ കുറെ തീരുമാനം നേരമായിട്ടോ ഒന്ന് ഇല്ല, കുറയ്ക്കല്ലേ പൈസ സാറേ? കൊടുക്കുന്ന പരിപാടി ഇല്ല, നടക്കുകയല്ല. ഇത് ഉറപ്പിക്കാം. നടക്കുകയല്ല. കാര്യം 3000 രൂപ നിങ്ങൾ കൊടുക്കണം. അവരവരുടെ കൊച്ചു കുഞ്ഞുമായിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ശല്യം ഞാൻ അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് ശല്യം, നിങ്ങൾ അല്ല അവർക്ക് മേഡം, ഞാൻ പറഞ്ഞ കേക്ക്. അല്ല, അത് മതി. ആ ഒന്നിച്ച് തീരുമാനത്തിൽ അങ്ങ് ജീവിക്കാൻ ഉറപ്പിക്കാല്ലേ വയ്യാത്തവർക്ക് സാറേ? രണ്ടായിട്ട് ജീവിക്കാം. നിങ്ങൾ ആ പൈസ കൊടുത്താൽ മതി. അതെന്തിനു പൈസ കൊടുത്ത് ഞാൻ ഒന്ന് ജീവിച്ചോളാം. അവളും അവര് പറഞ്ഞില്ല, അവര് കൊച്ചു കുഞ്ഞായിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ പറയല്ലോ. നീ സമ്മതിക്കാൻ പറ്റുമോ? അല്ല, സമ്മതിക്കാൻ പറ്റില്ല. പേപ്പർ ശരിയാക്കാം. അല്ല, ഒപ്പിടാൻ പറ്റില്ല. ഒപ്പിടണം. നീ ഒന്നും പറയണ്ട, എല്ലാ മാസവും കൃത്യമായിട്ട് 3000 രൂപ വെച്ച് ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. എടുക്കാനോ? ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഇപ്പോഴും അവര് പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ കൊച്ചു കുഞ്ഞിന്റെ കൂടെ അവർ ജീവിച്ചോളാം അവർ പറയുന്നത്. എന്റെ കൊച്ചു കുഞ്ഞിന്റെ കൂടെ ജീവിക്കുന്നല്ല പറഞ്ഞത്. ഈ നിൽക്കുന്ന മുതലല്ലോ അവന്റെ വേറെ കൊച്ചു കുഞ്ഞ്. നല്ല രസികൻ സ്കിറ്റ്, ഒരു എന്താണ് നല്ലൊരു സ്പൂഫായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ അമൃത ടിവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോസ് ആണ് കഥയിൽ ഇത് ജീവിതം. അപ്പം അത്രയും നല്ലൊരു ഷോവിനെ, അതും നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ഭയങ്കര സങ്കടപ്പെട്ടല്ലാണ്ട് ആ ഷോ ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഷോവിനെ സ്പൂഫ് ചെയ്ത് ഇത്രയും ചിരി ഇവിടെ കൊണ്ടുവന്നത് ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ബിനിച്ചേട്ടാ അടിപൊളിയാന്ന് പറയേണ്ട കാര്യമില്ല, അടിപൊളിയാണല്ലോ. കഥയിലൊരു ജീവിതത്തിന്റെ കോമഡി ആവിഷ്കാരം. ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് പ്രശ്നക്കാരെന്ന്? അല്ലേ? എന്നോടാണോ ചോദിച്ചേ? കറക്റ്റ്. അല്ലേ പറയുക. പറഞ്ഞു. പല വീടുകളിലും നടക്കുന്ന സംഭവങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇതുപോലുള്ള ചാനലിൻ്റെ പരിപാടിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. അതിനകത്ത് ഞങ്ങളൊരു കോമഡി സ്കിറ്റിൽ ഞങ്ങൾ ചെയ്തായിരുന്നു. ഒരു കല്യാണം നടക്കുമ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും അല്ല ജാതകം നോക്കേണ്ടത്, അമ്മായിമ്മയുടെയും മരുമകളുടെയും ജാതകമാണ് നോക്കേണ്ടതെന്ന്. ഈ പെണ്ണുങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിയോനെ നല്ല ഇടി ഇടിച്ചിട്ട് അയ്യോ എന്നെ തല്ലി കൊല്ലുന്നേന്ന് പറയും. കെട്ടിയോൻ പുറത്തിറങ്ങിയിട്ട് അല്ല പിന്നെ ഇത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണോ? അനുഭവത്തിൽ നിന്ന് പറയുന്നതാണോ? അല്ല. അപ്പൊ ആ ഒരു സംഭവമാണ് ഇപ്പൊ ഇവിടെ കൂത്താളവും ഭാര്യയും തമ്മിൽ നടന്നത്. അല്ലേ? അടിപൊളിയായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. കാരണം ഗംഭീരമായിരിക്കാൻ വഴിയില്ല. കാരണം ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ അത്ര തഴക്കവും പഴക്കമുള്ള ആർട്ടിസ്റ്റ്. എന്നെ സംബന്ധിച്ച് ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നേരിൽ കാണുന്ന അപൂർവമാണെങ്കിൽ തന്നെയും വളരെ മനോഹരമായിട്ട് ആ വേഷങ്ങൾ വെരി ഗുഡ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, എത്ര സ്റ്റാർസ് ആണ് ഈ ഒരു പെർഫോമൻസിന് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്? 4, 5, 4, 5. അപ്പം മെജോറിറ്റി 4 ആണ്. അതുകൊണ്ട് 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഒരു പെർഫോമൻസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത് പറക്കാട് ജുവൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അപ്പൊ ഈ ഒരു സമ്മാനം ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചു പ്രേമൻ ചേട്ടനെയും ബിനു ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വളരെ
വ്യത്യസ്തമായ ഒരു പെർഫോമൻസുമായി ഇനി ഒരു കുടുംബമാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. അവരുടെ പെർഫോമൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് ടീം പാഞ്ചജന്യം. നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. ഞാൻ എൻ്റെ മുറ്റത്തെ കെട്ടിച്ചുറ്റാടുമ്പോഴേ ഉണ്ണാടിക്കള്ളു കൊണ്ട് തിരുദണ്ഡം തന്നോളാ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. ഞാൻ എൻ്റെ മുറ്റത്തെ കെട്ടിച്ചുറ്റാടുമ്പോഴേ വാക്കു പിഴക്കരുതേ സത്യം പിഴക്കരുതേ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. നീ നല്ല നാട്ടിലെ നല്ലൊരു ദൈവങ്ങളെ നേരിട്ടു വന്നോളെ തിരുദണ്ഡം തന്നോളാ. കുറുമ്പാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിടം കാവിൽ വാഴുമമ്മ. കറുകറുത്തവളെ കർമേഘ കുന്തലണിഞ്ഞവളെ കാളി കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിടം കാവിൽ വാഴുമമ്മ. കറുകറുത്തവളെ കർമേഘ കുന്തലണിഞ്ഞവളെ കാളി കാളിയമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിടം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ നാരായണ ദേവി നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. ചെമ്പട്ടുടുത്തവളെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തവളെ ആനന്ദരൂപിണിയെ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിടം കാവിൽ വാഴുമമ്മ. ചെമ്പട്ടുടുത്തവളെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തവളെ ആനന്ദരൂപിണിയെ പൊന്നിളം കാവിൽ വാഴുമമ്മ. കുറുമ്പക്കാവിലമ്മ കൂടപ്പുറത്തേറി വന്നമ്മ കുടിയിരുന്നമ്മ പൊന്നിടം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ നാരായണ ദേവി നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. തന്നെ തന്നാരോ തന്നാരേ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ. വരണേ വരണേ കൊടുങ്ങല്ലൂരമ്മേ വരണേ വരണേ കൊടുങ്ങല്ലൂരമ്മേ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ 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 തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ തന്നാരോ തന്നെ തന്നാരോ. അമ്മേ നാരായണ നാരായണ ദേവി
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി വേദിയിലേക്ക് എത്തുന്നു റിബി എടത്വ. റിബി നമസ്കാരം. നമസ്കാരം. അപ്പൊ കോമഡി മസാലയുടെ വേദിയിൽ ആദ്യമായിട്ടാണ്. അതെ അതെ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളത് കരുതിയിട്ടായിരിക്കുമല്ലോ വന്നത് അല്ലേ? അതെ, സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്റ്റാർസ് ആണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എത്ര വലിയ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിലും ഒരു താരത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അനുകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ആഹാ, കൊച്ചു പ്രേമചേട്ടനാണോ ഉദ്ദേശം? അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് സമ്മതിച്ചിരിക്കുന്നു. നല്ലോണം നല്ല ശബ്ദത്തിൽ പറഞ്ഞു. കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി പറഞ്ഞോളാം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. അശ്വതി പറഞ്ഞതും നേരാകട്ടോ. ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല. പട്ടിയുള്ള വീടുകളിൽ പട്ടിയുണ്ട് കടിക്കും എന്നെഴുതി വെക്കുന്നത് പോലെ കുട്ടിയുള്ള വീട്ടിൽ കുട്ടിയുണ്ട് മുണ്ടുകൾ സൂക്ഷിക്കുക എന്നെഴുതി വെക്കുന്നത് വളരെ നല്ലതല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ടെ. ഇതിപ്പോ അവിടുന്നാണോ കേട്ടത് ഇവിടുന്നാണോ കേട്ടത് എന്നൊരു സംശയമുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാന്ന് പറഞ്ഞാല് ചില തമിഴ് താരങ്ങൾ അനുകരിക്കുകയാണ്. തമിഴ് താരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഇളയ ദളപതി വിജയ്. 5000 കോടി എവിടെ 5000 കോടി രൂപ കടനെ എടുത്ത ബിയർ ഫാക്ടറി ഓണർ. എന്നാൽ அந்த கடனை கட்ட முடியலன்னு கையை தூக்கிட்டான். ஆனா அவன் தற்கொலை பண்ணிக்கல. அவனுக்கு லோன் கொடுத்த அதிகாரிகளும் தற்கொலை பண்ணிக்கல. அந்த 5000 ரூபா கடன் எடுத்த விவசாயி அவரால் அந்த கடனை கட்ட முடியாம வட்டி மேல வட்டி ஏறி பூச்சி மருந்து கொடுத்து செத்து போட்டான். 2G என்னையா அலைக்காற்று காத்து வெறும் காற்றை வச்ச கோடி கோடி ஊழல் பண்றவங்க நாடியா நம்ம நாடு. தண்ணி அத்தியாவசியம், செல்போன் ஆடம்பரம். വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. സ്റ്റൈൽ മന്നൻ ശ്രീ രജനീകാന്ത് അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. கண்ணு பார்க்குறீங்க கண்ணா அடின்னு சொன்னால் எதிராளிக்கு தெரியாமல் எடுக்கணும். எப்படி என்ன இக்கடை சூடு கண்ணா இங்கே பாருங்க. இந்த அரசியல் ஆகட்டும் சினிமா ஆகட்டும் அந்த ஆண்டவனே கூட வருவா. உழைச்சா மட்டும் போதும். ஓட்டா തീർച്ചയായിട്ടും സ്റ്റൈൽ മന്നൻ വരുമ്പോൾ ഉലകനായകൻ വരണം വേദിയിലേക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ് അനുകരിക്കുകയാണ് ശ്രീ കമൽഹാസൻ. அனைவருக்கும் வணக்கம். பொதுவாக நான் இந்த மேடைக்குமே போனது கிடையாது. அப்புறம் இது மாதிரி ஒரு அற்புதமான மேடைக்கு வந்திருக்கிறது. ஏனென்றால் மக்கள் நீதி மையம் அதை பற்றி 2 வார்த்தைகள் சொல்கிறதுக்காக வந்திருக்கிறேன். மக்களுக்கு சாதகமாக யார் இருக்கிறார்களோ அவருக்கு சாதகமாக மக்கள் நீதி மையம் உண்டு. இது என்னுடைய வாக்குறுதி. நன்றி, வணக்கம். വെരി ഗുഡ് വെരി ഗുഡ് റിബി. താങ്ക് യു. അടുത്തതായിട്ട് നമുക്കറിയാം മലയാളത്തിലെ ഹാസ്യ ചക്രവർത്തി എന്ന് പറയുന്നത് അമ്പിളിച്ചേട്ടൻ അല്ലെങ്കിൽ ജഗതി ശ്രീകുമാറാണ്. അതുപോലെ തമിഴകത്തുണ്ട് ഹാസ്യ ചക്രവർത്തി ശ്രീ വിവേക്. അദ്ദേഹത്തെ അനുകരിക്കാം. ஆஹா என்னடா இது டேய் அபி கோல்டு வாட்டரை கொடுக்குறாங்கன்னு சொல்லிக்கிட்டு சால்ட் வாட்டரை கொடுக்குறாங்கடா. பெத்த தகுப்ப தாக்குவாராடா தாக்க மாட்டாட்ட டேய். അടുത്തതായിട്ട് മലയാളത്തിലേക്ക് വരികയാണ്. മലയാളത്തിൻ്റെ ആക്ഷൻ ചക്രവർത്തി. എത്ര സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ പോലും ആക്ഷൻ കിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സുരേഷ് ഗോപി ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് വോയിസ് ആണ്. ശ്രദ്ധിക്കുക ശ്രീ സുരേഷ് ഗോപി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കാശില്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. കുളിക്കാൻ മിനറൽ വാട്ടർ പോലും ഇല്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായും വളരെ വലിയൊരു ഭീതിയാണ്. ഞാനവിടെ പോയിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അതിന് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. നമ്മളെപ്പോഴും കേൾക്കുന്ന അദ്ദേഹത്തിന്റെ റിയൽ വോയിസ്. ഗുഡ്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം മലയാളത്തിൻ്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആക്ഷൻ കിങ് എന്ന് വെച്ചാൽ ശ്രീ ജയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ആണ്. അമ്മാവൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. മിസ്റ്റർ ജാക്സൺ, ഇത് കത്തിയാണ്. ഇതുകൊണ്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര പൊടിയും. എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യമില്ലെന്നറിയാമല്ലോ. അമ്മാവൻ പറഞ്ഞപ്പോൾ എനിക്കെല്ലാവരെയും മനസ്സിലാക്കാൻ താമസമുണ്ടായി. രത്നങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു. എന്നെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളത് നേടിയെടുക്കാൻ ശ്രമിച്ചു. മുതലാളി അറിഞ്ഞാൽ നിങ്ങളുടെ തല കാണില്ല. വരട്ടെ.
ഓക്കെ, എപ്പോഴും കേൾക്കുന്ന അദ്ദേഹത്തിനൊരു ഡയലോഗ് അല്ലായിരുന്നു, ഡിഫറെന്റ് ആയിട്ടൊരു ഡയലോഗ് പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ? ഇത്രേ ഉള്ളത് ഭയങ്കര കുറവായിട്ടാണോ പറയണത്? നല്ല പെർഫോമൻസ് ആയിരുന്നു, ചെയ്തതൊക്കെ നന്നായിട്ടാ ചെയ്തത്. എന്നിട്ട് റിവ്യൂ വളരെ വിഷമിച്ചിട്ട് ഇത്രേ ഉള്ളൂതാ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടോ? ഇല്ല, അവതരിപ്പിച്ച ശബ്ദങ്ങളെല്ലാം വളരെ മനോഹരമായി. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കുറവ്, ഈ ഡയലോഗ് നമ്മളൊരു നടൻ്റെ ശബ്ദം അനുകരിക്കുമ്പോൾ ഇത്ര ലെങ്തി ആയിട്ട് പോയാൽ നമ്മളെ കള്ളത്തരം കണ്ടുപിടിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അല്ലേ? അപ്പോൾ ആൾക്കാർക്കത് പിടികിട്ടാത്ത രീതിയിൽ ഡയലോഗിൻ്റെ ലെങ്ത് കുറച്ച് പറഞ്ഞാൽ, പെട്ടെന്ന് ക്രിപ്സായിട്ട് പറഞ്ഞാൽ നമ്മളെ കള്ളത്തരം കണ്ടുപിടിക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ടിപ്പാണ്. നിങ്ങൾ ഒരു ചാക്ക് സ്വപ്നം കാണും, ഒരു ചാക്ക് സ്വപ്നം കാണൂ, ഞാൻ നിങ്ങൾക്ക് ഭാഗ്യം തരാം. ലോഡിങ്ങാരനാണോ? ലോഡിങ്ങാരനല്ല, നിങ്ങൾ സ്വപ്നം കാണൂ, നിങ്ങൾക്ക് ഞാൻ ഭാഗ്യം എത്തിച്ചു തരാം. ചാക്കൊക്കെ സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണും. അത് ഉദ്ദേശിച്ച് പറഞ്ഞ ഒരു ചാക്ക് വലിയ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുമ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് ഭാഗ്യം എത്തിച്ചു തരാം. എങ്ങനെ എത്തിച്ചു തരും? എങ്ങനെ എത്തിച്ചു തരുന്ന? ഞാനൊരു സംഖ്യാശാസ്ത്ര വിദഗ്ധനാണ്. സംഖ്യാശാസ്ത്ര പ്രകാരം പേരുകളുടെ ദോഷം മാറ്റി പുതിയ പേരിട്ട് അവരിലേക്ക് ഭാഗ്യം സന്നിവേശിപ്പിക്കുന്ന ആൾ. സന്നിവേശിപ്പിക്കുന്ന ആൾ അതാണ്. ഇത് ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നും പോരത്. തെളിവുകൾ വല്ലതും? തെളിവുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. ഓ ആയിക്കോട്ടെ. എന്റെ അച്ഛന്റെ പേര് ശാന്തൻ എന്നായിരുന്നു. ശാന്തൻ കേൾക്കണം. സ്വഭാവം അതെ അതെ, ശാന്തമായ സ്വഭാവം, പണിക്ക് പോകത്തില്ല, മൂലയിൽ ഇങ്ങനെ ഇരിക്കും, വീട് പട്ടിണി. ഞാൻ എന്ത് ചെയ്തു? സംഖ്യാശാസ്ത്ര പ്രകാരം പേരങ്ങ് മാറ്റി. അച്ഛന്റെ പേര് മാറ്റി. അച്ഛന്റെ പേര് മാറ്റിക്കളഞ്ഞു. പട്ടിണി സഹിക്കാൻ വയ്യേ, പണിക്ക് പോകാതെ അടുപ്പ് പുകയില്ലല്ലോ. പേര് പാടെ മാറ്റി. ഉന്മേഷ് കുമാർ. പേരിട്ട് തിരിഞ്ഞു നോക്കും, വെച്ചടി വെച്ചടി കയറ്റമല്ലേ. ഉന്മേഷവനായിട്ട് വെച്ചടി കയറ്റം. തെങ്ങ് കയറ്റം. പിന്നെ തെങ്ങേല് പിന്നെ വെച്ചടി ഇറങ്ങാൻ പറ്റും. ഇത് അങ്ങനെ തന്നെ കേറുകയാണ്, ഇറങ്ങുന്നില്ല. അപ്പൊ ഇഷ്ടം പോലെ പൈസയൊക്കെ കാണുമല്ലോ. അയ്യോ, സൂക്ഷിക്കാൻ പറയണം, മണ്ടയില്ലാത്ത തെങ്ങിലോട്ട് ഇങ്ങനെ കയറി പോയാലേ. കേറുകയാണ്, പക്ഷെ ഇറങ്ങുന്നില്ല. ഒരു തെങ്ങിൽ നിന്ന് കുരങ്ങൻ ചാടുന്ന മറു തെങ്ങിലേക്ക് ചാടുകയാണ്, തെങ്ങിൽ നിന്ന് തെങ്ങിലേക്ക്. അങ്ങനെ 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 അങ്ങനെ. ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണം പൊതിച്ചോറെടുത്ത് എറിഞ്ഞു കൊടുക്കും അച്ഛന്. അല്ല, ഇതുപോലെ വേറെ ആരുടെയെങ്കിലും പേര് മാറ്റി? നമ്മുടെ തിരുവല്ലക്കാരി ഒരു കൊച്ചുണ്ടായിരുന്നു, ഡയാന മറിയം കുര്യൻ. ആ പേരിൽ തന്നെ ഒരു കുരുക്കുണ്ട്. ഞാൻ പറഞ്ഞു, എന്നെ വന്ന് കണ്ടപ്പോ പറഞ്ഞു, പേരിൽ തന്നെ ഒരു കുരുക്കുണ്ട്, മാറ്റിക്കളയണം. സംഖ്യാശാസ്ത്ര പ്രകാരം പേര് മാറ്റി നയൻതാര. പേര് മാറ്റിയ സംഖ്യാശാസ്ത്രം സത്യമുള്ള ശാസ്ത്രമാണ്. കൊള്ളാം. അല്ല, ചേട്ടൻ പേര് മാറ്റിയല്ല ഏറ്റവും നന്നായിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളതാരാ? ഏറ്റവും ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ദിവസം ഇങ്ങനെ പറമ്പില് കപ്പയ്ക്കട കൊത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മെലിഞ്ഞ ഒരാൾ വന്ന്, ഞാൻ 3-4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്ന് സംഖ്യാശാസ്ത്ര പ്രകാരം എന്റെ പേരൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണ് ഇപ്പോഴത്തെ പേരെന്താണ്? മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ അന്നേരം പറഞ്ഞു, മോനെ ഞാൻ ഈ മമ്മട്ടിയുടെ ചെളി ഒന്ന് കുത്തി കളഞ്ഞിട്ട് ഞാൻ പറയാം, ഒന്ന് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് പോകണം, തിരുളി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു, മമ്മട്ടി അവിടെ ഇരിക്കട്ടെ, നിന്റെ പേര് മമ്മൂട്ടി. ചുമ്മാ ചീളായിട്ടിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? പേര് വേണ്ട, വേറൊരു സംഭവം ചെയ്യാം. എന്താ സംഭവം? ഒരു മുട്ടയിൽ ഒരു സംഭവം ഞാൻ ചെയ്തു തരാം. ഓംപ്ലേറ്റ് ആണോ? മുട്ടയിൽ ഒരു സംഭവം ചെയ്യാം, പൊട്ടിക്കാത്ത മുട്ടയിൽ. പൊട്ടിച്ചാലല്ലേ ഓംപ്ലേറ്റും ബുൾസയൊക്കെ അടിക്കാൻ പറ്റും. ഈ മുട്ടയിൽ ഞാൻ സംഭവം ചെയ്തു തരാം, ആരും അറിയരുത്, വളരെ രഹസ്യമായിട്ട്. വീടിന്റെ 4 സൈഡിലും കൊണ്ട് കുഴിച്ചിടണം. വീടിന്റെ 4 മൂലയ്ക്കോ? പക്ഷേ പ്രശ്നമുണ്ട്, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അയ്യോ, ഫ്ലാറ്റിലാണോ? പ്രശ്നമാണ്. അത് സാരമില്ല, ഫ്ലാറ്റിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ഫ്ലാറ്റിലുള്ളവരെല്ലാവരും രക്ഷപ്പെടും. അപ്പൊ കുഴപ്പമില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? എന്റെ ചെലവിൽ അങ്ങനെ ബാക്കിയുള്ളവർ രക്ഷപ്പെടണ്ട. ഞാൻ രക്ഷപ്പെട്ടില്ലേലും വേണ്ടില്ല, എന്റെ ചെലവിൽ ബാക്കിയുള്ളവർ അങ്ങനെ രക്ഷപ്പെടണം. നല്ല മനസ്സാകണ്ടോ? രക്ഷപ്പെടും. അവിടെ ഇരുന്നോ, ഈ മനസ്സുകൊണ്ട് അവിടെ ഇരുന്നോ, രക്ഷപ്പെടും. താങ്കൾക്ക് ഇതാണ് ജോലി? എന്താ ഇതാണ് താങ്കൾ രക്ഷപ്പെട്ടു? ഒരു മിനിറ്റ്, ഞാൻ ഇന്നലെ
ഇന്നലെ ഞാൻ ഒരാളുടെ പേര് മാറ്റിയിരുന്നു. ആരാണ്? ഒരു സുഹൃത്താണ്, എൻ്റെ വന്ന് കണ്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ടൈം മാറിയെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ, എവിടെ? എങ്ങനെയുണ്ട് ഇപ്പം? പോലീസ് സ്റ്റേഷനിലാണെന്നോ? എന്ത് പറ്റി? അതിന് എൻ്റെ പേരെന്തിനാണ് നീ പറഞ്ഞത്? അയ്യോ, ഫോൺ വെക്കരുത്, ഫോൺ വെക്കരുത്, വെക്കരുത്, ഞാൻ പറയട്ടെ. ഇന്നലെ ഞാൻ പേര് മാറ്റിയിട്ടില്ലേ? അവൻ ഒരുത്തനെ കൊണ്ട് ബൈക്ക് അടിച്ചു. അവനെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. എന്റെ ബൈക്കാണ് എടുത്തോണ്ട് പോയത്. അവൻ എന്റെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? സന്ദർഭത്തിനനുസരിച്ച് ചേട്ടന്റെ പേര് ഞങ്ങളൊന്ന് മാറ്റിയാലോ? എന്റെ പേരോ? എന്താണ്? ശശി. ശശിയോ? അല്ലെങ്കിൽ ഉടായ്പ. ഞാനൊരു കാര്യം ചെയ്യാം. പോലീസിന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒളിക്കാം. ആയിക്കോട്ടെ. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.